watching Kaula Kitchen Magic Season 3. Kaula Kitchen Magic Season 3-ലേക്ക് സ്വാഗതം. ഇത് വ്യത്യസ്തമായ മറ്റൊരു റൗണ്ട്. എന്തായാലും നമ്മളുടെ കിച്ചൺ മാജിക് എന്നുള്ള ഈ തേർഡ് സീസണിലെ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ വ്യത്യസ്തമായ റൗണ്ട്സിലൂടെ മത്സരാർത്ഥികൾ സഞ്ചരിക്കുന്നു. മാത്രമല്ല വിവിധ തരം വിഭവങ്ങൾ അവർ തയ്യാറാക്കി അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫ്രീസറിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ വീണ്ടും ഫ്രീസറിൽ നിന്നും ഗ്രിൽ റൗണ്ടിലൂടെ തിരിച്ചെത്തുന്നു. എന്തായാലും മത്സരത്തിൻ്റെ ഒരു അവസാനമാകുമ്പോഴേക്കും ഏകദേശം കുറേ എലിമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രഗത്ഭരായ കുറച്ച് ആൾക്കാരായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും മത്സരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, കുറേ ആൾക്കാർ പിന്നോട്ട് പോകും, കുറേ ആൾക്കാർ മുന്നോട്ട് പോകും. അപ്പോൾ ഈ റൗണ്ടിലും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പുഡിങ്സ്. എത്ര തരം പുഡിങ് പഠിച്ചാലും മതിയാവാറില്ല. എത്ര തരം പുഡിങ്സ് കഴിച്ചാലും കുട്ടികൾക്ക് ഇനിയും വ്യത്യസ്തമായത് വേണമെന്ന് തോന്നാറുമുണ്ട്. അപ്പോൾ പുഡിങ്സിൽ തന്നെ 2 തരമുണ്ട്, കോൾഡ് പുഡിങ് ആൻഡ് ഹോട്ട് പുഡിങ്സ്. നമ്മൾക്കൊരു ചേഞ്ചിന് ഹോട്ട് പുഡിങ്സിൻ്റെ റൗണ്ട് ആയാലോ? എന്തായാലും നമ്മളുടെ മത്സരാർത്ഥികളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം കാണുക, ആസ്വദിക്കുക. അങ്ങനെ നമ്മളുടെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഹോട്ട് പുഡിങ്സ് റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഹോട്ട് പുഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടായിട്ട് കഴിക്കണം. അപ്പോൾ സ്വാദ് നോക്കാൻ സമയം ഇനി ഒട്ടും വേസ്റ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ആരോമലിനെ വിളിക്കാം. ആരോമൽ വരും. ഓക്കെ, ആരോമൽ എന്താണ്? ആപ്പിൾ പൊടിയാണോ? ടീമാറ്റിക് ആപ്പിൾ റൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ഓക്കെ. ആൻഡ് ഇതെന്താ, ബ്രെഡ് പൊടിയാ? ബ്രെഡ് ആൻഡ് ആപ്പിൾ. ഓക്കെ, നമുക്ക് കാണാം ആരോമൽ എങ്ങനെയാണ് ഈ ബ്രെഡ് ആൻഡ് ആപ്പിൾ പൊടിയെ തയ്യാറാക്കിയത്. അങ്ങനെ പുതിയ റൗണ്ട് വന്നിരിക്കുകയാണ്. ഇത് ഹോട്ട് പുഡിംഗ് ആണ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടൊരു ഹോട്ട് പുഡിംഗ് ആണ്. അതിപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 1 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കണം. ഈ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആപ്പിളിൻ്റെ തൊലി ഇരുന്നാലൊരു കയ്പ്പ് വരും, അതാണ് ഞാൻ തൊലി ചെത്തിയെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം. അതേപോലെ ആപ്പിളിൻ്റെ കൂടെ ഞാൻ ചെറിയും കൂടെ കുറച്ച് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്, ഒരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ചെറിയുടെ ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. നമുക്കൊരു 1 കവർ പാലിനൊരു 3 ആപ്പിളൊക്കെ എടുക്കാം. പാല് തിളച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആ സമയത്തിന് കുറച്ച് ചെറി എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിത് ചേർക്കുന്നു. തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ഇത് കഴിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി.
ഇനി ഈ തിളച്ച പാലിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കുറുകി വരണം. ഇതിലോട്ട് നമുക്കിനി അടുത്ത് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഒരു നല്ലൊരു കുറുകിയ പരുവത്തിലാവും. ഇനി അടുത്ത ഈ പാലിലോട്ട് നമുക്ക് ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീസ് ഗ്രേറ്റ്. അടുത്തത് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഒരു കവർ പാലിനൊരു 3 മുട്ട എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. ഇത് മധുരം നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ആപ്പിള് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാതെ കട്ട് ചെയ്തിട്ടാലും മതി. അപ്പം ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. ഇപ്പം ഞാൻ 3 ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്തുകൊണ്ട് എഗ്ഗിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ഒന്ന് കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മഞ്ഞയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിൾ നമുക്ക് ഈ പാലോട് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് ചെറി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ്.
കുറച്ച് നല്ല ചൂടൊന്ന് ചെറുതായിട്ട് നാറിയിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റീം ചെയ്താണ് ഞാൻ എടുക്കുന്നത് ഈ പുഡിങ്. അപ്പം സ്റ്റീമർ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അയ്യോ ആരോമൻ എല്ലാം 4 വഴിക്ക് തെറിയുന്നുണ്ടല്ലോ. എന്താ സംഭവം? ആപ്പിളും ചെറിയും ഹോട്ട് പുഡിംഗ്. ഇതിലെന്തൊക്കെയുണ്ട്? ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടു, പിന്നെ ചെറി ചോപ്പ് ചെയ്തിട്ടു, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് വാനില എസൻസ്, ചീസ്. ഇതിലൊരു പിടുത്തം കിട്ടാനായിട്ട് എന്തല്ല ബേക്ക് ചെയ്യുമ്പോൾ മുട്ട എത്ര? മുട്ട ഞാൻ 3 മുട്ട, കുറച്ച് ബ്രെഡ് കൂടെ പൊടിച്ചത്. ഞാൻ ചോദിച്ചായിരുന്നു ഹോട്ട് പുഡിംഗ് അല്ലേ, എന്തെങ്കിലും ഒരു സാധനമാണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് എഗ് ആൻഡ് മുട്ടയും പാലും അത്രത്തോളം ഉണ്ടാവണം. കാരമൽ കസ്റ്റർഡ്. പക്ഷെ അത് ഈ കോമ്പിനേഷനിൽ നന്നാവത്തില്ല. പിന്നെ കുറച്ച് ബ്രെഡ്, ചീസൊക്കെ ഇരിക്കുന്നു. ചെഡാർ ചീസൊക്കെ ഇടുന്നുണ്ടോ ഇതിൽ? എടുത്ത് വെച്ചതാണ് ചുമ്മാ എന്തൊരു രസം. ഇത് ഹണി ഇരിക്കുന്നു. എന്ത് വേണം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഹണി കുറച്ച് ചേർക്കാൻ വാനില എസൻസ് പരീക്ഷണമാണല്ലേ? അതെ. ഇനി ഈ പുഡിങ്ങിലേക്ക് കുറച്ചൊരു ഉറപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ച് ചേർക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് സ്ലൈസ് ചെയ്യാം. വേണമെങ്കിൽ പൊടിച്ച് ചേർക്കണമെന്നില്ല, ഇതേപോലെ ചെറിയ സ്ലൈസസ് ആയിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ പൊടിച്ച് ചേർക്കും. നമുക്കിനി ഇത്രയും ബ്രെഡ് ചേർത്ത് നോക്കാം, ഒരു ഉറപ്പ് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഈ മിക്സിലോട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കും. നേരത്തെ നല്ല ലൂസായിട്ടിരുന്നു, ഇപ്പോൾ ബ്രെഡ് ചേർത്തുകൊണ്ട് നല്ലൊരു തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മുട്ട എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ചേർത്ത കുറച്ച് കുറഞ്ഞു ബ്രെഡ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
നമുക്കിനി ഇതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വെള്ളമൊന്നും വീഴാതിരിക്കും. ആവി എടുക്കുമ്പം സ്റ്റീം ചെയ്യുമ്പം ചിലപ്പോൾ വെള്ളം വീഴും. ഇല്ലാവാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി എടുത്തിട്ട് നല്ലതായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തിടാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചെറി ചോപ്പ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ഹോട്ട് പുഡിങ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല ആവി വന്ന് തുടങ്ങുന്നുണ്ട്. ഒരു 20-30 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആവുന്നതായിരിക്കും. പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ ആപ്പിൾ ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ആപ്പിൾ ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ആപ്പിൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഷുഗർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് റൗണ്ടിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കും. സ്റ്റീമറിൽ നിന്ന് പുഡിങ് എടുത്തിട്ടുണ്ട്. നമുക്കിനി നോക്കാം അത് വെന്തിട്ടുണ്ടോ. എൻ്റെ ആപ്പിൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ജഡ്ജസിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, കണ്ടു കഴിഞ്ഞു. കുറേ കഷ്ടപ്പെട്ടു തോന്നുന്നല്ലേ, എന്തൊക്കെയോ പരിപാടികൾ സ്റ്റീം ചെയ്യാനായിട്ട് കുറേ സമയം വേണ്ടി. സ്റ്റീം ചെയ്യാനായിട്ട് പിന്നെ അങ്ങോട്ട് ഷേപ്പിൽ അങ്ങോട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരുന്നു. തിന്നാണ്, ചെറിയ സ്വീനകത്തും ഉണ്ട് തോന്നുന്നു അല്ലേ. ചെറിയ ആപ്പിൾ ആൻഡ് ബ്രെഡ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്കൊന്ന് സാധാരണ ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ആപ്പിളും ചെറിയ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതേസമയം എന്താണ്ടൊക്കെ അല്ലേ, അതേസമയം ആ ബ്രെഡ് ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ സ്വാദോട്ട് വന്നിട്ടില്ല. ഈ ആവശ്യമില്ലാത്ത കോമ്പിനേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല. കറക്റ്റ് പ്രൊപ്പോർഷനിലെല്ലാം വരുന്നാലേ എല്ലാം നന്നാവുള്ളൂ. അതെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. കുഴപ്പമില്ല. രശ്മി, ഓക്കെ, രശ്മിയെ വിളിക്കാം. രശ്മി,
രശ്മി ഒരു ഹോട്ട് പുഡിംഗ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? ലെമൺ പുഡിംഗ്. ഓക്കെ, കണ്ടിട്ടൊരു ലെമൺ സ്റ്റീംഡ്. അപ്പോൾ ഇതൊരു സ്റ്റീംഡ് ലെമൺ കേക്ക് ആയിട്ടാണ് തോന്നുന്നത് കാഴ്ചയിൽ. വിത്ത് ലെമൺ സോസ് ആണോ മേളിൽ? ലെമൺ സോസ്. ഓക്കെ, നമുക്ക് നോക്കാം. റൈസിൻസ് ഇട്ടിട്ടാണ്. ആണ് റൈസിൻസ്. അയ്യോ, അപ്പോൾ നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് രശ്മി തയ്യാറാക്കി നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? സ്പോഞ്ചി ടെക്സ്ചർ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ലെമൺ സ്പോഞ്ച് പുഡിങ് എങ്ങനെയാണ് രശ്മി തയ്യാറാക്കിയെന്ന് കാണാം. ഹായ്, നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്ന ഇത് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പുഡിങ് ഉണ്ടാക്കുക. അതൊരു വാം പുഡിങ്, അതായത് സ്റ്റീംഡ് ആവാം, ബേക്ക്ഡ് ആവാം. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റീംഡ് പുഡിംഗ് ആണ്. സ്റ്റീംഡ് ലെമൺ പുഡിംഗ്. എല്ലാവരും ഫെമിലിയർ ആയിരിക്കുമെന്ന് അറിയില്ല. സാധാരണ ആരും അങ്ങനെ ലെമൺ പുഡിംഗ് സ്റ്റീം ചെയ്യാറില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കായി ഞാനിതാ ഇവിടെ ഒരു ലെമൺ സ്റ്റീം പുഡിംഗ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് ഒരു 150 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരു 3/4 കപ്പോളം ഷുഗർ പൗഡർ അതും ചേർത്ത് ബീറ്റ് ചെയ്യണം ആദ്യം. ഇതിലേക്ക് ഷുഗർ പൗഡർ ആയതുകൊണ്ട് ഞാനൊരു 1 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ബീറ്റ്റൂണ്ട് അടിക്കാൻ, അല്ലെങ്കിൽ ഇത് മൊത്തം പറന്ന് നമ്മുടെ മേത്തെല്ലാം ആവും. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അത് എപ്പോഴും ഒരു വുഡൻ തവി കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യണം. അത് ആദ്യം ഒരെണ്ണം ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്ത് രണ്ടാമത്തെ ആഡ് ചെയ്യുക. ഇനി അത് നമുക്കൊരു ഗ്ലാസ് ഡിഷിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ബീറ്റ് ചെയ്യാം ബാക്കിയുള്ളത്. ഒന്നര കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുകയാണ്. ഇത് നന്നായി ഈ ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതിയാവും. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനിടയ്ക്ക് നമുക്കൊരു 1/3 കപ്പോളം ലെമൺ ജ്യൂസ് ചേർക്കണം. ഇതൊരു ലെമൺ പുഡിംഗ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ലെമൺ ആണ്. ഒരു ടാഞ്ചി ആയിട്ടുള്ള, അതായത് ഒരു പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു പുഡിംഗ് ആണിത്. ഒരു 1/3 കപ്പാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. ഒരു 4-5 നാരങ്ങ പിഴിയേണ്ടി വരും ചെറുതാണെങ്കിൽ. വലുതാണെങ്കിൽ ഒരു 2-3 മതിയാവും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ റിൻസും, അതായത് ആ പുറത്തുള്ള തൊലിയും നമ്മൾക്ക് ചിരണ്ടി എടുക്കണം. അതും കൂടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ തൊലി ചിരണ്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൻ്റെ വൈറ്റായിട്ടുള്ള വെള്ളയായിട്ടുള്ള ഭാഗം ഒരിക്കലും പെടരുത്. അങ്ങനെ പെട്ടുപോയാൽ അത് കശക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലെമൺ ജ്യൂസ് ഒന്ന് അരിച്ചൊഴിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ സീഡ് അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് കഴിക്കും.
കുറേശ്ശെയായിട്ട് ഈ മൈദ ബേക്കിംഗ് പൗഡർ മിശ്രിതവും ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലെമണിൻ്റെ റിൻസാണ് ചേർക്കാനുള്ളത്. ഒരു 2 ലെമണിൻ്റെ റിൻസ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഈ ലെമൺ ഡ്രിങ്ക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒന്നും കൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മിശ്രിതം ഇത്തിരി ഹാർഡായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരല്പം വാം വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണല്ലോ, അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാൻ, നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് റേസിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് ഭംഗിയാക്കുക. അതിനെന്താ വേണ്ടത്? കളർ ചേർക്കുക. നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളർ ഇതിന് കൊടുക്കാം. ഇതൊരു നാച്ചുറൽ കളറാണ്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുത്താൽ മതി നമുക്ക്. ഈ ലെമൺ പുഡിംഗ് ഞാൻ സ്റ്റീം ചെയ്യുന്നത് ഒരു പൈ ഡിഷിലാണ്. ഇത് സാധാരണ പൈസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ നമുക്ക് ഇതിൽ സ്റ്റീം ചെയ്യാം. അതിനാദ്യം ഈ പൈ ഡിഷ് നന്നായി ഒന്ന് ബട്ടറിങ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബട്ടർ തേച്ച് എല്ലാ സൈഡിലും ബട്ടർ തേച്ച് പിടിപ്പിക്കും. അപ്പോഴേ അത് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. ഒരല്പം മൈദ തൂകി, അതായത് ഡസ്റ്റിങ് ചെയ്യാന്ന് പറയുന്നത്. ഇത് എല്ലാ വശത്തേക്കും ആക്കി ഈ വെള്ളം ഒന്ന് സ്റ്റീം ചെയ്യാനുള്ള വെള്ളമാണത്. അത് ഞാനൊന്ന് ഇതിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴേക്കും നമുക്കിത് ബാറ്റർ ഈ ഡിഷിലേക്ക് ഒഴിക്കാം. ഇത് ആദ്യം ഒന്ന് തട്ടി കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോവാനാണ്. ഇതിൻ്റെ മുകളിലും താഴെയും അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുക. അതൊരു സേഫർ സൈഡിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഞാൻ സ്റ്റീമറിൽ വെക്കാൻ പോവാണ്. ഇനി ഇതൊരു സ്റ്റീം ചെയ്യാനായിട്ട് ഒരു 45 മിനിറ്റ്സ് എടുക്കും. അപ്പോഴേക്കും നമുക്ക് ഇതിന് മുകളിൽ ഒഴിക്കാനുള്ള ഒരു ക്രീം, അതായത് ഒരു ലെമൺ ക്രീമാണ്, അത് നമുക്ക് തയ്യാറാക്കാം. ഇനി നമ്മുടെ സോസിന് വേണ്ടിയിട്ടുള്ള ലെമൺ ഡ്രിങ്ക്സ് ആണ് ഞാൻ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. ലെമൺ ഡ്രിങ്ക്സ് എടുത്ത് വയ്ക്കുക ആദ്യം.
രശ്മിയുടെ എന്തായിരുന്നു? ലെമൺ പൊടി. ലെമൺ പൊടി വെച്ച് കഴിഞ്ഞു. ലെമണും സ്പഞ്ചാണോ? ലെമൺ സ്പഞ്ച് പുഡിംഗ് ആണോ അതെ സെൽഫ് സോസിങ് ആണോ? ഒരു ലെയർ ക്രീമി ആയിരിക്കുമോ? അല്ല, മൊത്തം സ്പഞ്ച്. അതിൻ്റെ മുകളിലൊരു സോസ് ഒഴിക്കും. സോസ് സെപ്പറേറ്റ് ഉണ്ടാക്കി ഒഴിക്കാൻ പോകണം. ഓക്കെ, ശരി. ഈ ലെമൺ സോസിന് ഞാൻ ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട് നേരത്തെ എടുത്ത പോലെ. പക്ഷേ ഇതിന് കുറച്ച് മതി, അത്രയും വേണ്ട. നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഐസിങ് ഷുഗർ എടുക്കാം. ഇത് ഒരു പാക്കറ്റ് ഐസിങ് ഷുഗർ ഉണ്ട്, ഒരു 100 ഗ്രാം. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ച് മതി. ജസ്റ്റ് ആ കൺസിസ്റ്റൻസി കിട്ടാനാണ്. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ആ ലെമണിൻ്റെ ടേസ്റ്റ് എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഈ ലെമൺ സോസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഐസിങ് ഷുഗറും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് കുറച്ച് ലെമൺ ഡ്രിങ്ക്സ് ഇടാം. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം, അപ്പോഴേ അതൊരു സോസ് കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. ഒരല്പം ബട്ടറോട് ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു ഗ്ലേസിന് വേണ്ടിയിട്ടാണ്. പുഡിംഗ് ഇവിടെ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള സോസും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു ലെമൺ സോസാണ്, നിങ്ങൾക്ക് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ള ഒരു സോസും ഒരു പുഡിംഗ്. ഞാൻ ആദ്യം ആ ലെമൺ പുഡിംഗ് ബേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നല്ലോ, അതുപോലെ തന്നെ സോസും ഉണ്ടാക്കുന്നത്. ആ ലെമൺ പുഡിംഗ് ആയതിന് ശേഷം ഞാൻ അതിൻ്റെ പുറത്ത് ആ സോസ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ജഡ്ജസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കണ്ടു. അപ്പോൾ കളറൊക്കെ കൊടുത്തു അല്ലേ, കുറച്ചൊരു ലെമൺ ആയതുകൊണ്ട് ഒരു ഗ്രീൻ. ഇതായിരുന്നു ആദ്യം ഉദ്ദേശിച്ച അല്ല, സ്റ്റിക്കി ടോഫി ആയിരുന്നു.
പിന്നെ പ്ലാൻ അത് വേറൊരാൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഞങ്ങളൊന്ന് നോക്കട്ടെ. ഒരു കേക്കിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വന്നിട്ടില്ല, പക്ഷേ സ്പോഞ്ചി ആണോ എന്ന് ചോദിച്ചാൽ സ്പോഞ്ചി അല്ല, അറ്റ് ദ സെയിം ടൈം സ്റ്റിക്കിയും അല്ല. ഒരു ഒരു പ്രത്യേക പേസ്റ്റി, അതാണ് കറക്റ്റ് വാക്ക്. കുറച്ചൊരു പേസ്റ്റി ടെക്സ്ചർ. പക്ഷേ ഈ നമ്മളുടെ മേളിൽ ഒഴിച്ച സോസ് കുറച്ചൊരു ഗ്രെയിനി ആയിട്ട് കുറച്ചുകൂടെ ലൂസ് ആവണമായിരുന്നു. ഇത് കുറച്ചൊരു ഐസിങ് മാതിരി ഉറച്ചു. അപ്പോൾ അത് ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ ഒരു പീസ് എടുക്കുമ്പോൾ ഒരുപാട് പുളി വരും ധാരാളമായിട്ട്. ഓൾറെഡി ലെമൺ ഫ്ലേവർ അകത്ത കാര്യത്തിനുണ്ട്. സോ ഇതിപ്പോൾ നമുക്കൊരു ഐസിങ്ങിൻ്റെ ഒരു ലെവലിലേക്ക് കട്ടിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു വളരെ ലൂസ് കൺസിസ്റ്റൻസിയിലൊരു കാര്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം ഇതൊന്ന് വെഡ്ജാക്കിയിട്ട്. അതുകൊണ്ട് റീസൺസ് എന്തിനാണ് കൊടുത്തത്? അതുണ്ടോ അതിനകത്ത്? ചേഞ്ച് ആവശ്യമില്ല. ആവശ്യമില്ലായിരുന്നു.